നമസ്കാരം. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളെക്കുറിച്ച് തന്നെ എല്ലാ മുഖ്യധാരാ ചാനലുകളിലും യൂട്യൂബ് ചാനലുകളിലും മറ്റ് പ്രസിദ്ധീകരണങ്ങളിലും ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കവർ ചെയ്യപ്പെടുന്ന വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ്. കേരളത്തിൽ ഏതാണ്ട് എല്ലാ കക്ഷികളും സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞു. നിയോജകമണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം തുടങ്ങി. ചില നിയോജകമണ്ഡലങ്ങൾ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട നിയോജകമണ്ഡലങ്ങളായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ പറവൂർ, ധർമ്മടം, നേമം തുടങ്ങിയ നിയോജകമണ്ഡലങ്ങളിലെ പാർട്ടി നേതാക്കന്മാരാണ് മത്സരിക്കുന്നത്. അതുപോലെ പേരാവൂർ മത്സരത്തിന് ശൈലജ ടീച്ചറൂടെ ചെല്ലുമ്പോൾ അവിടെയും ഇരുമ്പുളിയായി. പിന്നീട് കാലുമാറ്റങ്ങളുടെയും അഭിപ്രായ വ്യത്യാസങ്ങളുടെയും കാലഘട്ടം. സുധാകരന്മാർ രണ്ട് വശത്ത്, ടി കെ ഗോവിന്ദൻ CPM-ൽ വീണ്ടും, ഐഷാപോറ്റി, ഇങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ആളിക്കത്തിക്കുന്ന ഊതിക്കത്തിക്കുന്ന അനേകം സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തൽക്കാലം നമുക്ക് പക്ഷേ ഏറ്റവും തീവാർന്ന മത്സരം എന്നൊന്നും പറയുന്നില്ല, ഒരു രാഷ്ട്രീയ മത്സരം നടക്കുന്ന തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, തിരുവനന്തപുരത്തിൻ്റെ സ്ഥിരാകേന്ദ്രം എന്ന് അറിയപ്പെടുന്ന വട്ടിയൂർക്കാവിനെ കുറിച്ച് പറയാം. വട്ടിയൂർക്കാവിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അവിടെ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളും കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്ന കെ മുരളീധരനും CPM-ന് വേണ്ടി മത്സരിക്കുന്ന മേയർ ബ്രോ എന്ന് വിളിക്കുന്ന പ്രശാന്തും, ഇവരെല്ലാം ഓരോ തരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നവരായിരിക്കുന്നു. BJP-യുടെ സ്ഥാനാർത്ഥിയും ഏത് സമയത്തും ഏതവസരത്തിലും മുൻപോട്ട് കടന്നു വരാവുന്ന രീതിയിലാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം BJP സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് റിട്ടയേർഡ് IPS ഉദ്യോഗസ്ഥ കൂടിയായ കോർപ്പറേഷൻ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട റിട്ടയേർഡ് DIG ശ്രീലേഖയാണ്. ഇപ്പോൾ ഈ 3 സ്ഥാനാർത്ഥികളിലും ഒരേപോലെ മോഹിപ്പിക്കുന്ന ഭാവവുമായാണ് വട്ടിയൂർക്കാവ് നിൽക്കുന്നത്. ആരെ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം എന്നുള്ള ധാരണയുണ്ട് വട്ടിയൂർക്കാവിന്. പഴയപോലെ ഒരു സ്വയംവരമായിരുന്നെങ്കിൽ വട്ടിയൂർക്കാവ് ആരെ ഭരിക്കുമായിരുന്നു എന്ന് നമുക്ക് തീരുമാനിക്കാമായിരുന്നു. ഓരോ കാലഘട്ടത്തിലും ലോക്സഭാ ഇലക്ഷനിൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അവിടെ മെജോറിറ്റി കിട്ടിയത് BJP-ക്കാണ് മെജോറിറ്റി കിട്ടിയത്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ വളരെ തുച്ഛമായ മെജോറിറ്റി ഉള്ളൂ, 2475 വോട്ടിൻ്റെ മെജോറിറ്റി. വീണ്ടും ലോക്സഭയിലേക്ക് വന്നപ്പോൾ അത് BJP-ക്കായി മെജോറിറ്റി 2162. അവിടെ കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോയി എന്നുള്ളത് മറക്കരുത്. 2-ാം സ്ഥാനത്ത് പോയി, കോൺഗ്രസ് 2-ാം സ്ഥാനത്ത് വന്നു ലോക്സഭാ ഇലക്ഷനിൽ. അതേസമയം ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്തായിരുന്നു. വീണ്ടും വരുന്ന അസംബ്ലി ഇലക്ഷനിൽ VK പ്രശാന്ത് എന്ന് പറയുന്ന മേജർ ബ്രോയെ അത് തിരിച്ചു പിടിച്ചത് 21,515 വോട്ടിനാണ് മുരളി ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലം തിരിച്ചു പിടിച്ചത്. ഇപ്പോൾ വട്ടിയൂർക്കാവിൻ്റെ രാഷ്ട്രീയ സ്വഭാവം എന്താണ് എന്ന് കഴിഞ്ഞകാല കണക്കുകളെ വെച്ച് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. പക്ഷേ ഏത് തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ സംഭവങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ജനങ്ങളെ സ്വാധീനിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കാൻ CPM-നെ സഹായിച്ചത് മേയർ ബ്രോ എന്നറിയപ്പെടുന്ന VK പ്രശാന്ത് ആയിരുന്നെങ്കിൽ, അപ്പുറത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെടാൻ കാരണമായതും അതുപോലെ തന്നെ അവതരിപ്പിച്ച ആര്യ രാജൻ എന്നുള്ള തിരുവനന്തപുരത്തിൻ്റെ ആദ്യത്തെ വനിതാ മേയറായിരുന്നു. അപ്പോൾ ഈ 2 വശങ്ങൾ നമ്മൾ കാണണം. സ്ഥാനാർത്ഥികളുടെ മെച്ചം എങ്ങനെ പാർട്ടികളുടെ ശക്തി ദൗർബല്യങ്ങളെ മറക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണിത്. പക്ഷെ ഇവിടെ ഈ സ്ഥലത്തേക്ക് ശ്രീലേഖ മത്സരിക്കാൻ വരുന്നു, കെ മുരളീധരൻ മത്സരിക്കാൻ വരുന്നു, മേയർ ബ്രോ മത്സരിക്കാൻ വരുന്നു. വട്ടിയൂർക്കാവ് ആരെ സ്വീകരിക്കും എന്നുള്ള ചോദ്യമുണ്ട്. വട്ടിയൂർക്കാവിനെ സ്വീകരിക്കണമെങ്കിൽ MLA ആയിട്ട് ആരെ സ്വീകരിക്കും? ഇത് കൗൺസിൽ ഇലക്ഷനല്ല, കോർപ്പറേഷൻ ഇലക്ഷനല്ല, പാർലമെൻറ്റ് ഇലക്ഷനല്ല. MLA ആയിട്ട് ആരെ സ്വീകരിക്കണം? ഒരുപക്ഷെ കോൺഗ്രസ്സിൽ ഏറ്റവും ഹതഭാഗ്യരായ 2 നേതാക്കന്മാരിൽ ഒരാൾ കെ സുധാകരനും മറ്റൊന്ന് കെ മുരളീധരനാണെന്ന് പറയേണ്ടി വരും. രണ്ടുപേരുടെ അനുഭവങ്ങൾ ഒരുപോലെയാണ്.
തങ്ങളുടെ സ്ഥാനങ്ങളിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ തട്ടകങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി, അല്ലെ കണ്ണൂരിൽ നിന്ന് സുധാകരൻ MLA ആകരുത്, വട്ടിയൂർക്കാവിൻ്റെ K മുരളീധരൻ MLA ആകട്ടെ എന്ന് ആഗ്രഹിച്ച ചിലർ ഉറപ്പായിട്ടും മുരളീധരനെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ ആദ്യം വടകരയ്ക്ക് വിടുന്നു, അവിടെ ജയിക്കുന്നു, വീണ്ടും മത്സരിക്കേണ്ട സ്റ്റേജ് വന്നു വടകരയിൽ നിന്ന് നേരെ തൃശ്ശൂർക്ക് വിടുന്നു, അവിടെ പക്ഷേ പരാജയപ്പെടുന്നു. അങ്ങനെ വീണ്ടും വട്ടിയൂർക്കാവ് വന്ന് അസംബ്ലിയിലേക്ക് മത്സരിക്കുമ്പോൾ തോൽക്കുകയാണ് മുരളീധരൻ. ഏറ്റവും കൂടുതൽ നന്നായി അവിടെ ജയിച്ചുകൊണ്ടിരുന്ന, നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരുന്ന മുരളീധരനെ വട്ടിയൂർക്കാവിൽ തോൽപ്പിക്കാൻ ഇത്തരം ഗ്രൂപ്പ് പരിപാടികൾ കഴിഞ്ഞു. ഇവിടെ പക്ഷേ ആ വാശിയോടെയാണ് മുരളീധരൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. എന്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്? കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ശബരിനാഥനെ മുന്നിൽ നിർത്തിയുള്ള മത്സരത്തിന് മുരളീധരൻ കളമൊരുക്കിയപ്പോൾ അവിടെ അത്ഭുതങ്ങൾ കണ്ടു. കേവലം 10 സീറ്റ് മാത്രമുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ സീറ്റിൻ്റെ എണ്ണം ഇരട്ടിയായി 20-നോടടുത്തു. അപ്പോൾ അത്രയ്ക്കും നേട്ടങ്ങൾ വട്ടിയൂർക്കാവിൽ ഉണ്ടാക്കിയ ശേഷമാണ് വീണ്ടും മത്സരിക്കാനായിട്ട് മുരളീധരൻ വട്ടിയൂർക്കാവിൽ വരുന്നത്. വട്ടിയൂർക്കാവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വാർഡുകളുടെ സീറ്റുകളുടെ എണ്ണം എടുത്താൽ ഒപ്പം വരും, 10ഉം 8ഉം സീറ്റുകളായിട്ട് വരും. CPMന് കേവലം 2ഓ 3ഓ വാർഡുകൾ മാത്രമാണ് കിട്ടിയിരിക്കുന്നത് വട്ടിയൂർക്കാവ് ഭാഗത്ത്. ഇത് കാണിക്കുന്നത് കോൺഗ്രസും BJPയും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടമാണ് അവിടെ നടക്കാൻ പോകുന്നത്. മേജർ ബ്രോയ്ക്കെതിരായി ഇപ്പോൾ അഴിമതി ആരോപണങ്ങൾ വന്നു. ഇടതുപക്ഷത്തെ ഗവൺമെൻറ് തന്നെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് അന്വേഷിക്കുന്നത്. പ്രതീക്ഷിക്കാത്ത രീതിയിൽ മേജർ ബ്രോയെ ഇവർ അഴിമതിയിൽ മുങ്ങിക്കൊളിപ്പിക്കാൻ CPMകാർ ഒത്താശ ചെയ്ത് കൊടുത്തു. അതിൻ്റെ തിക്തഫലം അദ്ദേഹം അനുഭവിക്കുകയാണ്. അപ്പോൾ അത് ഒരുപക്ഷെ ഒരു പരിധിവരെ മേജർ ബ്രോയെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. മറിച്ച് ഇവിടെ ഇനി ഇപ്പോഴും ശ്രീലേഖയുണ്ട്. ശ്രീലേഖയ്ക്ക് ഒരു മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. BJP അതായത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ നാളെ ശ്രീലേഖയാണ്, പണ്ട് ഗൗരിയമ്മയ്ക്ക് പറ്റിയപോലെ നാളെ ശ്രീലേഖയാണ് മേയറാകാൻ പോകുന്നത് എന്നുള്ള വായ്ത്താരി തിരുവനന്തപുരം മുഴുവൻ മുഴങ്ങി മൊത്തം. പക്ഷെ മറിച്ച് മേയർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മേയറായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് VV രാജേഷായിരുന്നു. അന്ന് ശ്രീലേഖ ചില അതിർത്തിയുടെ പുറപ്പെടുവിച്ചിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് മേയർ സ്ഥാനം, എനിക്കത് കിട്ടിയില്ല എന്നുള്ള നിരാശാബോധത്തോടെയുള്ള ശ്രീലേഖയുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് ഉറപ്പായിട്ടും BJP അണികളിൽ ശ്രീലേഖയ്ക്കെതിരായി ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഇവരൊരു അധികാരമോഹിയാണോ എന്നുള്ളതിൻ്റെ തോന്നൽ ഉണ്ടാക്കാൻ കാരണമായിട്ടില്ലേ. പിന്നെയുമുണ്ട് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ശ്രീലേഖയുടെ അഭിപ്രായ പ്രകടനങ്ങൾ ബാധിക്കുകയില്ലേ? തീർച്ചയായിട്ടും ബാധിക്കും. ഇത് കണക്കിലെടുത്ത് ഇവിടെ ആണ് ഈ 2 പേരുടെ ദൗർബല്യങ്ങളിൽ നിന്നും, പ്രചരണ രംഗത്തെ ദൗർബല്യങ്ങളിൽ നിന്നും ശ്രീലേഖ പാർട്ടി അണികളെ ഒരു പരിധിവരെ കുറച്ചെങ്കിലുമൊക്കെ വെറുപ്പിച്ചു. ആ വെറുപ്പ് നാളെ K മുരളീധരന് ഇതാവും. മാത്രമല്ല K മുരളീധരനെ മുന്നോട്ട് വയ്ക്കുന്ന ആ നാട് ഇത്രയും പേർക്ക് 2 പേർക്കും അത്രയും പരിചയം കാണില്ല. ശ്രീലേഖയ്ക്കും കാണില്ല, ഈ മേയർ ബ്രോയ്ക്കും ഇത്രയും കാണില്ല, പ്രശാന്തിനും കാണില്ല. ശ്രീലേഖയ്ക്കും പ്രശാന്തിനേക്കാൾ കൂടുതൽ ജനങ്ങളുമായി ആത്മബന്ധവും വ്യക്തിബന്ധവും സാധിക്കാൻ പറ്റിയ മുരളീധരന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് വട്ടിയൂർക്കാവിൽ ശ്രദ്ധേയമാക്കുന്നത്. വട്ടിയൂർക്കാവും മുരളീധരൻ വിജയിക്കുക എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ രംഗത്ത് നടക്കാൻ പോകുന്ന പല കളികൾ ഇപ്പോൾ നമ്മൾ സുധാകരൻ്റെ കാര്യത്തിൽ കണ്ടു. പല കളികളിൽ ചിലപ്പോൾ പ്രധാനപ്പെട്ട നായകനോ വില്ലനോ ആയിട്ട് മുരളീധരനെ കണ്ടേക്കാം. കാരണം മുരളീധരൻ്റെ അത്രയും കോൺഗ്രസ് പ്രവർത്തകരുടെ കേരള വ്യാപകമായി സ്വാധീനമുള്ള മറ്റൊരു നേതാവുണ്ടെങ്കിൽ സുധീരൻ മാത്രമേ ഉള്ളൂ. സതീശനായി വരുന്നേ ഉള്ളൂ. രമേശിനൊക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ട്. അപ്പം കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ സ്വാധീനമുള്ള 2 നേതാക്കന്മാർ, ഒന്ന് K സുധാകരനും ഒന്ന് K മുരളീധരനുമാണ്. ഇവരുടെ സ്വാധീനം എത്രമാത്രം ശക്തമാകും എന്ന് കണ്ടറിയണം. പിന്നെ ഒന്നുകൂടി തൃശ്ശൂർ ജയിച്ചിരുന്നെങ്കിൽ മുരളീധരന് ഇദ്ദേഹത്തിൻ്റെ ഗതി വന്നേനെ, സുധാകരൻ്റെ ഗതി വന്നേനെ. ഏതായാലും തൃശ്ശൂർ തോറ്റതുകൊണ്ട് മാത്രം ഇന്ന് K മുരളീധരന് തർക്കങ്ങൾ കൂടാതെ, എതിർപ്പുകൾ കൂടാതെ മത്സരിക്കാൻ സാധിക്കുന്നു. അത് K മുരളീധരൻ്റെ ഭാഗ്യമാണ്. ആ ഭാഗ്യം K മുരളീധരനെ എവിടെയെല്ലാം കൊണ്ട് എത്തിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നമസ്കാരം.